പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ നൊവേനയുടെ 7-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നേ ദിനം നമ്മൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗം വിദ്യാലയങ്ങളിലും ആതുരാലയങ്ങളിലും സ്നേഹശുശ്രൂഷ ചെയ്യുന്ന സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ്. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥം ഈ സഹോദരങ്ങൾ അനുഭവിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മളിന്ന് ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 38 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ചെന്ന് നോക്കുവിൻ. അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, 5 അപ്പവും 2 മീനും. പുൽത്തകിടിയിൽ കൂട്ടം കൂട്ടമായിരിക്കാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 100-ഉം 50-ഉം വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രവിച്ച ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ശിഷ്യന്മാർ കണ്ടെത്തിയതും ക്രിസ്തുനാഥൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചതും തുച്ഛമായ മീനും അപ്പവുമായിരുന്നു. ആ തുച്ഛമായതിനെ കർത്താവായ ഈശോ സമർപ്പിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വലിയ അത്ഭുതം നമ്മൾ അനുഭവിക്കുന്നു. ആ വലിയ പുരുഷാരത്തെ മുഴുവൻ തീറ്റിപ്പോറ്റുവാനായി കർത്താവായ ഈശോയ്ക്ക് സാധിച്ചു. തങ്ങളുടെ കൈവശമുള്ള തുച്ഛമായതിനെ എളിമയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന് സമർപ്പിച്ചപ്പോൾ കർത്താവായ ഈശോ വലിയ അത്ഭുതമാണ് അവിടെ പ്രവർത്തിച്ചത്. പരിശുദ്ധ കർമ്മല മാതാവ് തൻ്റെ എളിയ ജീവിതം ഈശോയ്ക്ക് സമർപ്പിച്ചപ്പോൾ, ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ, പരിശുദ്ധ കർമ്മല മാതാവ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വാഴ്ത്തപ്പെട്ടവളായി മാറി. നമ്മൾ പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ കർമ്മല മാതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ചെറിയ ജീവിതങ്ങളെ, നമുക്കുള്ള ഈ ചെറിയ ജീവിതത്തെ പ്രാർത്ഥനയോടുകൂടി എളിമയോടുകൂടി കർത്താവിന് സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിൻ്റെ വലിയ അനുഗ്രഹവും കൃപയും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും നമ്മുടെ ഈ ചെറിയ ജീവിതത്തെ എളിമയോടുകൂടി ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ച് സമർപ്പിക്കുവാനായി, അപ്രകാരം നമ്മുടെയൊക്കെ ചെറിയ ജീവിതങ്ങളെ കർത്താവായ ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നമുക്കുണ്ടാകട്ടെ. ആമേൻ.